ഇത് കഴിക്കും, ഇതെങ്ങനെ നമ്മളിങ്ങനെ കഴിക്കും. അയ്യോ കൊതിയൻ വാർത്തയുണ്ട്. കൂടുതൽ ഇളക്കല്ലേ, ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടാ താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. ഷുഗർലെസ് ആണത്. മിൽക്ക് വീട് ഞാൻ ഇത്തിരി ചോദിച്ചിട്ട് പോലും എനിക്ക് തന്നിട്ടില്ല. ഇനി പൊട്ടിട്ട് ഇപ്പൊ തരാം, തെക്കോട്ട് നോക്കിയിരുന്നോ. ഹായ്, ഇത് ഹെല്ലയുടെ ചാനലിലെ നെക്സ്റ്റ് കുക്കിംഗ് വീഡിയോ ആണിത്. ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തായിരുന്നു, രസം ഉണ്ടാക്കുന്നത്. രസത്തിന്റെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പറഞ്ഞു. പക്ഷെ രസം ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല അത് കണ്ടിട്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഈ പ്രാവശ്യം അവള് പറഞ്ഞത് പറയാം, അപ്പൊ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു. ഇത് നമ്മുടെ എന്താ പറയാ, പൈനാപ്പിൾ പുഡിംഗ് ആണ്. ഷുഗറൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ അതുപോലെ തന്നെ ഷുഗർ വന്ന് തട്ടിപ്പോവാനും ചാൻസ് ഉണ്ടാവും. തട്ടിപ്പോകുന്നില്ല, ഷുഗറിന്റെ കണ്ടന്റ് കുറച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പൈനാപ്പിൾ അത്രയും നല്ല പഴുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്, രസമാണ് കഴിക്കാൻ. ഞങ്ങൾ അതിന് ഏതൊരു ഇയറിൽ ന്യൂ ഇയറിന് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു. അപ്പൊ ആക്ച്വലി നമ്മൾ എന്തൊക്കെയാണ് വെച്ചിട്ട് ചെയ്യാൻ പോണം. മെയിൻ ഐറ്റം പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ പുഡിംഗ് എന്നാണുള്ള പേര്. അപ്പൊ അതിന് പുഡിങ്ങിന്റെ എഫക്റ്റ് കിട്ടാൻ യൂസ് ചെയ്യുന്ന സാധനം ചൈന ഗ്രാസ്. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയന്റ് ചൈന ഗ്രാസ് ഒരു 10 ഗ്രാം ആയിട്ടുള്ള ഒരു ബോക്സിലാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മളത് ഒരു 1.5 കപ്പ് വെള്ളത്തില്, ഈ കപ്പിന്റെ 1.5 കപ്പ് വെള്ളത്തില് ഒഴിച്ചു വെച്ച് ഒരു അരമണിക്കൂർ മുന്നേ തന്നെ റെസ്റ്റ് ചെയ്യാൻ ആലോചിക്കണം. സ്മോൾ അടിക്കുന്ന ആ കപ്പായിരിക്കണം. മുത്തശ്ശനോട് ചൂടാവണ്ട, കൊതുകിന് പിന്നെ തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശനെ ചീത്തേക്കുന്നത്. പിന്നെ ഒരു ബോക്സ് മിൽക്ക് മെയ്ഡ് വേണം. പിന്നെ പാല്, അത് 1 ലിറ്റർ. മിൽക്ക് മെയ്ഡ് ഞാൻ ഇത്തിരി ചോദിച്ചിട്ട് പോലും എനിക്ക് തന്നിട്ടില്ല. ഇനി പൊട്ടിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡിന്റെ ചെപ്പ് കാണുമ്പോ എപ്പോഴും അതിന്റെ കൈ ഒരഞ്ഞ് പൊട്ടുന്നതാണ് പൊട്ടിയിട്ടുണ്ട് ഒരു വശം. എന്റെ ഓർമ്മയില്ലേ, പൂനെയിലെ വെച്ചിട്ട്. ഇങ്ങനെ കൊത്തിയിട്ട് വേണം എടുക്കാനായിട്ട്. കുറച്ച് ഭയങ്കര ഈസി ആയിട്ട് തോന്നി സംഭവം. നമ്മൾ മറ്റോണം ചെത്തി കുറെ പോഷൻ പോണേക്കാളും ആ ഒരു പോഷൻ ഈസി അല്ല, പക്ഷെ കുറച്ചുകൂടി നീറ്റായിട്ട് പലർക്കും ഇതിന്റെ ഈ ഒരു സാധനം കൊണ്ട് ചിലവർക്ക് തൊണ്ടയിലൊക്കെ കിച്ച് പോലെ ഒരു ഫീല് വരാറുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിന് ഹെൽപ്ഫുള്ളാണ്. സാധാരണ പണ്ടൊക്കെ നമ്മൾ വെഡ്ഡിങ്സിനൊക്കെ പോകുമ്പോൾ അവിടെ പൈനാപ്പിളാണ് പണ്ട് എൻ്റെ ഒക്കെ ചെറുപ്പത്തിലൊക്കെ കാണാറ്. അപ്പോൾ ആ പൈനാപ്പിൾ കഴിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ സാധനം കാരണം മനുഷ്യൻ്റെ തൊണ്ട നാശമാണുള്ളത്. അപ്പോൾ ഇപ്പം അത് നല്ല ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയ സാധനം. കാരണം എനിക്കറിയില്ല ഈ വെഡ്ഡിങ്സിനൊക്കെ ആൾക്കാർ ഇത് കളഞ്ഞിട്ട് ഇത്രയധികം പൈനാപ്പിൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നല്ലതാണല്ലേ ഇത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ, ബേസ് ലെയർ മാത്രമേ പൈനാപ്പിൾ യൂസ് ചെയ്യണുള്ളൂ, ഈ ഔട്ടർ കവർ മാത്രമേ ഞാൻ യൂസ് ചെയ്യണുള്ളൂ. അത് എടുക്കാനായിട്ടേ പീസ് ആവണേക്കാളും ഇങ്ങനെ ഒന്ന് ചെത്തിയിട്ട് ഇങ്ങനെ കിട്ടണ പോർഷനില്ലേ, ഇതാണ് ഞാൻ വേവിക്കാൻ എടുക്കണം. അതായത് അപ്പൊ ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ ഓൾറെഡി ആ കട്ടിയുള്ള പോർഷൻ നമ്മൾ കുത്തിക്കളഞ്ഞു. പിന്നെ ഉള്ളത് ഇങ്ങനെ പല ആംഗിളിലാക്കിയിട്ട് ഈ ഒരു പോർഷനാണ് നമ്മൾ എടുക്കണം. നന്നായിട്ട് എടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സെൻട്രലത്തെ കട്ടിയുള്ള പോർഷൻ വരണ വരെ നമുക്ക് എടുക്കാം. അപ്പം നമ്മളൊരു വലിയ പൈനാപ്പിൾ, 1 kg പൈനാപ്പിൾ എടുത്തത്, അതിങ്ങനെ ചെത്തി ഈ ഒരു പോർഷൻ ഇതാണ് നമ്മളിനി പാനിലേക്ക് ഇട്ടിട്ട് വിളയിച്ചെടുക്കാൻ പോണത്. ഒരു ചെറിയ ചൂടിൽ പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം. ഭയങ്കര വിഗറസ് ആയിട്ട് ഇളക്കരുത്. അതായത് വല്ലാണ്ട് ഇങ്ങനെ ബബിൾസ് വരുത്താത്ത രീതിയിൽ ഒരേ ഡയറക്ഷനിൽ എപ്പോഴും ഇളക്കിക്കൊണ്ടിരുന്ന അത്ര ബബിൾസ് വരില്ല. അപ്പോൾ പുഡിങ് ബബിൾസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ പൈനാപ്പിൾ കുറച്ച് അതേസമയം ക്രഷ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പാനിലോട്ട് മാറ്റണം. ഈ പൈനാപ്പിളിൻ്റെ വിളയിക്കണ സമയത്ത് ആ പുളി പോകാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര കുറച്ച് ആഡ് ചെയ്യണേ. നമ്മൾ എടുത്താണ് 170 ഗ്രാമിൽ ഹാഫ് എടുത്തിട്ട് പൈനാപ്പിളിലേക്കും ബാക്കി ഹാഫ് എടുത്തിട്ട് പാലിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. അയ്യോ, അത് പറയാൻ മറന്നുപോയി. ഇത് ഞങ്ങളെ എൽസിയാൻ്റെയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. എൽസിയാൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ ആൻറ്റി ഒരുപാട് ഡിഷസ് ഉണ്ടാക്കും.
സ്നാക്സ് ഉണ്ടാക്കും. അതിലെനിക്ക് ഏറ്റവും ഫേവറേറ്റ് സ്നാക്സ് ആണ്. അപ്പൊ ഞാൻ ആൻഡ്ര വീട്ടിൽ പോയി നിന്ന് ഉണ്ടാക്കാൻ പഠിച്ചു. ഇവനെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒന്നും കൂടി ഡെസേർട്ട് ആണ്. ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒന്നുകൂടി ആന്റിനെ വിളിച്ച് എല്ലാം കാര്യങ്ങളും കൺഫേം ചെയ്തിട്ടാണ് ഉണ്ടാക്കണം. ആന്റിക്ക് ഗുരുദക്ഷിണ വെച്ചിട്ടാണ്, ഗുരുദക്ഷിണ അല്ല, വിളിച്ച് അപ്രൂവൽ വാങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചൈന ഗ്രാസ് വെച്ചിട്ട് കുറച്ച് നേരമായിട്ട് ഇതിൻ്റെ ഒരു ജെല്ലി പോലെയാണ്. ഈ ജെല്ല് ഫുള്ളായിട്ട് വെള്ളത്തിൽ അലിയും. അപ്പം അത് അലിയുന്നത് കൂട്ടാൻ വേണ്ടിയിട്ട്, അത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാന്ന് പറയും. ഡബിൾ ബോയിലിംഗ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ സൂചിപ്പിക്കണ പോലെ തന്നെ നമ്മൾ താഴെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ പാത്രമല്ല, നമ്മൾ വേറെ പാത്രം എടുക്കും, അതിൽ ഇറക്കി വെക്കണം. എന്നിട്ട് ഇത് ഇളക്കണം. ഡയറക്റ്റ് ഹീറ്റ് ആവാണ്ട് വാട്ടറിൽ നിന്നുള്ള ഹീറ്റ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ബോയിൽ ചെയ്തെടുക്കും. അപ്പൊ ഇത് ശരിക്കും പ്ലെയിൻ വാട്ടർ പോലെ തന്നെ ഇരിക്കും. വൺസ് നമ്മുടെ മിൽക്കിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് ആറാണ്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജെല്ലി കൺസിസ്റ്റൻസി ഇരിക്കാവും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറ്റ് എ ടൈം 3 കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഒരു പാനിൽ പാല് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുക, മറ്റേല് പൈനാപ്പിൾ വിളയിച്ചുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാനുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തേല് ചൈന ഗ്രാസ് ഡബിൾ ബോയിൽ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ താഴത്തെ വെള്ളം ചൂടായിട്ടുള്ള ചൂട് കൊണ്ട് ഇത് അലിയും. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഹാഫ് പഞ്ചസാര ഇതിലോട്ട് വിളയിക്കണേലേക്ക് ഇടാം. നല്ല പഴുത്ത പൈനാപ്പിൾ ആണ്, അതുകൊണ്ട് നമുക്ക് അത്രയും പഞ്ചസാര മതി. പൈനാപ്പിൾ ഭയങ്കര പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ. ഇനി ബാക്കി പഞ്ചസാര പാലിലോട്ട്. ഷുഗർലെസ് ആണത്. ഷുഗർലെസ് അല്ല, പക്ഷെ ഷുഗറുള്ള ഒരു വല്ലപ്പോഴും കഴിച്ചാൽ മതി മാത്രമേ. പിന്നെ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിന് ശേഷം ഒരു ഇത്തിരി അല്ലേ കഴിക്കുള്ളൂ, അങ്ങനെ ഭയങ്കരമായിട്ട് കറി പോലും ഒന്നുമല്ലല്ലോ. നമ്മൾ പൈനാപ്പിൾ ഏകദേശം കുറച്ച് നേരം വിളയിച്ചു. ഇനി അതൊന്ന് ആറാൻ വേണ്ടി വെക്കുക. എന്നിട്ട് വേണം നമുക്ക് പാത്രത്തിലോട്ട് ബേസ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട്. പാല് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഒന്ന് തീ കുറച്ചതിന് ശേഷം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അപ്പൊ ഇങ്ങനെ കിട്ടാണ്ടാവുമ്പോ നമുക്ക് ആ പോയിന്റിൽ നമുക്ക് നശിപ്പിച്ചു പയ്യെ ഇങ്ങനെ തിക്കാം. ഇങ്ങനെ തിക്കി ഈ സാധനം ഇങ്ങനെ തുറക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് കൈയിട്ട് കളിക്കാൻ നിൽക്കരുത്. പണ്ട് ഇങ്ങനെ കൈയിട്ട് ലിക്ക് ചെയ്തെടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് കൈയുടെ സൈഡ് ഇതാവും. ഇതായിക്കോട്ടെ, നമുക്ക് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഈ പീസിന്റെ സെൻട്രൽ പോർഷനിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം. എപ്പോഴും സൂക്ഷിക്കണം, ഇത് അറിയരുത്. എങ്ങാനും കൊണ്ടുവരോ ഇങ്ങോട്ട്? ഇത് ഏതിലേക്ക് കഴിക്കില്ലേ? എന്റെ നെഞ്ചത്തോട്ട് ഇത് പാലിലോട്ട് ഇത്തിരി ഈസ് ഒഴിക്കൂട്ടാ. ഇത്തിരി ഈസ് ഷുഗർ ഫ്രീ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഷുഗർ ഉള്ളവർ കഴിക്കണ്ട. ഇത് അതുകൊണ്ടൊരു വാട്ടർ കൺസിസ്റ്റൻസി ആയി കണ്ട. ആ ജെല്ല് മുഴുവൻ അലിഞ്ഞു വാട്ടർ കൺസിസ്റ്റൻസി. ഇനി നമ്മൾ മിൽക്ക് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അതിലോട്ട് ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പുഡിങ്ങിന്റെ അടുത്ത ലെയർ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ പാല് മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് തിള വന്നു. അപ്പൊ ഞാൻ സിമ്മിലിട്ടു. എന്നിട്ട് നമ്മുടെ ചൈന ഗ്രാസ് അല്ലെങ്കിൽ അല്പാൽപമായിട്ട് ഇങ്ങനെ പത വീഴാത്ത രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ ബബിൾസ് മൊത്തം നിറയും. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ആ ചൂടുള്ള കാരണം ഇതായിട്ടൊന്ന് ബ്ലെൻഡായി. ഞാൻ പാല് നമ്മള് ചൈന ഗ്രാസ് ഒഴിച്ച് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്നും കൂടി ഒന്ന് സ്റ്റിർ ചെയ്തിട്ട് ഞാൻ അങ്ങനെ അനക്കാണ്ട് വെച്ചേക്കാണ്. ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പം നമ്മുടെ നേരത്തെ ആറാൻ വേണ്ടി വെച്ച പൈനാപ്പിൾ ഉണ്ടല്ലോ, അതിന്റെ ബേസ് നമ്മുടെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് ലെയർ ആയിട്ട് ഇടാം. ഞാൻ ആദ്യം ബേസ് ലെയർ പൈനാപ്പിൾ ഇട്ടിട്ട് മുകളിൽ നമ്മുടെ മിൽക്കിന്റെ പോർഷൻ ഇടാനാണ് വിചാരിച്ചേക്കുന്നത്.
പാല് ഇത് കട്ടയാവണതിന് മുന്നേ ചൈന ഗ്രാസ് ഇട്ടിട്ടുണ്ട്, അത് കട്ടയാവാനുള്ളത്. അപ്പൊ അതൊന്ന് ഇത്തിരി ഒന്ന് ഭയങ്കരമായിട്ട് ആറാനൊന്നും വെക്കരുത്. ചെറിയൊരു ചൂടോടെ പതുക്കെ നമ്മുടെ ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഭയങ്കര പയ്യെ ഒഴിക്കുന്നത് ബബിൾസ് വരാണ്ടിരിക്കാനാണ്. ഭയങ്കര ചൂടിൽ ഒഴിക്കാനും പാടില്ല. അപ്പൊ ഒന്നൊരു കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. നമ്മൾ പാത്രങ്ങളിലോട്ട് സെർവ് ചെയ്ത് നല്ല ചൂടുണ്ട്. അപ്പൊ ഈ ഇരിക്കണത് പോലെ തന്നെ ഒരു 1-2 മിനിറ്റും കൂടി ഇരുന്നതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി. ഫ്രിഡ്ജിലോട്ട് നമ്മൾ ഫ്രീസറിലോട്ട് വെക്കണ്ട, താഴെ വെച്ചാൽ മതി. ഇതിപ്പോ ആക്ച്വലി കുറച്ചുകൂടിയും ഒരു എന്താ പറയാ ജെല്ലി പോലെ കുറച്ചും ഒരു ജെല്ലി കൺസിസ്റ്റൻസി. പുഡിങ്ങിന്റെ കൺസിസ്റ്റൻസി നമ്മളിങ്ങനെ സ്പൂൺ എടുക്കുമ്പോ ഇങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചൈന ഗ്രാസ് യൂസ് ചെയ്യണത്. പിന്നെ പൈനാപ്പിൾ ആണ് ഇതിന്റെ കൂടെ ബ്ലെൻഡ് ആയി പോണതെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ ആന്റിയും പറയാറുണ്ട് ക്യാരറ്റൊക്കെ മാംഗോ ഒക്കെ ട്രൈ ചെയ്തു, പക്ഷെ ശരിയായില്ല എന്നല്ല, ഈ പൈനാപ്പിളിന്റെ അത്രയും ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയില്ല എന്നുള്ളതില് പറയാറുണ്ട്. പക്ഷെ പൈനാപ്പിള് അത്ര സ്വീറ്റ് അല്ലെങ്കിൽ ഈ പുളിയുടെ രസം ഇതിന്റെ അടിയിലെത്തുമ്പോൾ വരും. അത് അത്ര പക്ഷെ പൈനാപ്പിൾ നല്ലതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു വരാറ്. നമ്മള് കുഞ്ഞ് 2 ബൗളിൽ വെച്ചു, പിന്നെ ഈ ഗ്ലാസ്സിൽ വെച്ചു, പിന്നെ ഒരു 6 ഗ്ലാസ് വേറെ വെച്ചു. ഇനി നമ്മളത് ഫ്രിഡ്ജിലോട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ മാറ്റും. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു 3-4 hours കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ജെൽ കൺസിസ്റ്റൻസി ആയോന്ന്. പിന്നെ നമ്മള് ഒരു കാര്യം ചെയ്യാണ്ടിരുന്നത് വാനില എസൻസ് ഒഴിക്കലാണ്. നമ്മളിൽ വാനില ഇല്ല, ഇപ്പൊ കയ്യിലില്ല. അപ്പൊ ശരിക്കും നമ്മൾ മിൽക്ക് ചൈന ഗ്രാസ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഡ്രോപ്സ് വാനില ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സ്മെല്ലും അതും ഉണ്ടാവും. അപ്പൊ നമ്മളിൽ ഇല്ല സംഭവം, നമ്മൾ ആഡ് ചെയ്തില്ല. പിന്നെ ഇതിനെ ഭംഗിയാക്കാൻ പറ്റും, ചെറിയൊക്കെ വെച്ച് ഭംഗിയാക്കാം. ഇതിന്റെ മുകളില് ട്യൂട്ടി ഫ്രൂട്ടി ഐറ്റംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് രസമാക്കാൻ പറ്റും. ക്യാരറ്റ് ഇല്ല, പ്ലെയിൻ ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ഡെസേർട്ടിന്റെ കുറച്ചും കൂടി ഒരു ഫീൽ കിട്ടും. ഇത് നമ്മൾ ഹോം മെയ്ഡ് ഡെസേർട്ട് ആയാലും ഞാൻ ആ ഒരു പ്ലെയിൻ ആ സംഭവത്തിൽ തന്നെ ട്രൈ ചെയ്യാം. സ്ഥിരമായി കമന്റ് ഇട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആന്റി ഷാൽറ്റാൻറ്റി ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യണുണ്ട്, എസ്പെഷ്യലി കസിൻസ്. നമ്മളെ ഓരോ വീഡിയോയും സ്റ്റാർട്ടിങ് തന്നെ കണ്ട് എത്രയാണ് എത്തിച്ചത്. നമുക്കിപ്പോൾ ഓൾറെഡി 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, വാച്ചവേഴ്സും കയറി വരുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോസ് എല്ലാം കണ്ട് ഷെയർ ചെയ്ത് ഇത്രയും ലെങ്തി വീഡിയോ ഇരുന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോഴാണ് വാച്ചവർ കയറുള്ളൂ. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കുറച്ച് പേർക്ക് ഷെയർ ചെയ്ത് നമ്മളെ സഹായിക്കണം, മോണിറ്റൈസ് ആവാനായിട്ട്. അവർക്ക് വലിയ ഗുണമൊന്നുമില്ല. അല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. വീട്ടില് ഇങ്ങനത്തെ പുതിയ ഡെസേർട്ട് ഐറ്റംസ് ട്രൈ ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഷുഗർ കുറച്ചുകൂടി കുറച്ചിട്ട് പിള്ളേർക്ക് വേണ്ടി ട്രൈ ചെയ്യാം. നമുക്ക് 1-2 വട്ടം ഒന്ന് കഴിക്കൊണ്ടെന്ന് അത്ര വലിയ പ്രശ്നമില്ല. ഇതിപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ നമ്മള് ഒറ്റടിക്ക് നമ്മളെ നിന്ന് നിർത്ത സീനാണ്. ക്യാമറമാന് കൊടുക്കും നമ്മള്. അതിന് തണുത്തിട്ടൊക്കെ കഴിക്കാം. എനിക്ക് ഇഷ്ടമായി സാധനം. എനിക്കിഷ്ടായി, നല്ല കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് സാധനം. എനിക്കിത് ഇഷ്ടമായി സാധനം. ഞാൻ സാധാരണ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ പുഡിങ് എടുക്കാറില്ല, കാരണം അവിടെ വെച്ചിരിക്കുന്ന ഐസ്ക്രീം മാത്രം എടുക്കൊണ്ട് വരാറ്. പക്ഷെ ഇതിപ്പോ ടേസ്റ്റ് നോക്കാൻ പറഞ്ഞ കാരണം ഞാൻ ടേസ്റ്റ് ചെയ്തത്. പക്ഷെ സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടമായത്. ഏകദേശം പകുതിയോളം ഞാൻ കഴിക്കണില്ല എന്ന് പറഞ്ഞാണ് ഒന്ന് ടേസ്റ്റ് നോക്കൽ പറഞ്ഞത്. പക്ഷെ അവനെല്ലാം തീർത്തത് കാരണം വേറെ എടുത്തു. ആക്ച്വലി ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം വരണം. എനിക്ക് ഈ ഷുഗർ ഒരുപാട് കഴിക്കുന്നു എന്നുള്ളൊരു വിഷമമുണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ വരും. അപ്പം അത് കാരണം കൊണ്ട് ഇത് കഴിക്കും. ഇതെങ്ങനെ നമ്മളിങ്ങനെ കഴിക്കും. വിഷമിച്ചിരിക്കുന്നത് ഞാനിത് ഗ്ലാസ് ഫുള്ള് കഴിച്ചു തീർക്കുന്നത്. അത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ എന്നാലും നമ്മൾ വിഷമിച്ചിട്ടാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, വയസ്സായി വരല്ലേ, അസുഖങ്ങളൊക്കെ വരും. എന്റെ പ്രായം തന്നെ സെയിം. അപ്പൊ പിന്നെ ഒരു കുക്കിംഗ് വീഡിയോയിലായിട്ട് വരാം. ബൈ ബൈ.